ഏവർക്കും ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. 2025 ഉദ്യോഗാർത്ഥികളെ വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പരീക്ഷകളാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, അസിസ്റ്റന്റ് സെയിൽസ്മാന്, ഇന്ത്യൻ റിസർവ് ബറ്റാലിയനിലെ കോൺസ്റ്റബിള്, വനിതാ പോലീസ് കോൺസ്റ്റബിള്, ഫയർമാൻ, അതുപോലെ തന്നെ HSST തുടങ്ങിയ നിരവധി പരീക്ഷകൾ. അപ്പൊ ഈ തസ്തികകളിലേക്കുള്ള വിജ്ഞാപനം PSC ഇന്നലെ മുതൽ പബ്ലിഷ് ചെയ്തു തുടങ്ങി. ഇന്നലെ PSC വിജ്ഞാപനം പുറപ്പെടുവിച്ച തസ്തികകൾ നമുക്കൊന്ന് നോക്കാം. കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡില് അസിസ്റ്റന്റ് സെയിൽസ്മാൻ തസ്തിക. ഇതിന്റെ കാറ്റഗറി നമ്പർ 527/2024. അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ സ്കെയിൽ ഓഫ് പേ 23,000 മുതൽ 50,200 വരെയാണ്. അത് നമുക്കറിയാം, സിവിൽ സപ്ലൈസിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന തസ്തികയാണ്. ഇത് ജില്ലാതലത്തിൽ നടത്തുന്ന പരീക്ഷയായിരിക്കും. 14 ജില്ലയിൽ നമുക്ക് ഇഷ്ടമുള്ള ജില്ലയിൽ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നേരിട്ടുള്ള നിയമനം, അതായത് മെത്തേഡ് ഓഫ് അപ്പോയിന്റ്മെന്റ് നേരിട്ടുള്ള നിയമനമാണ്. ഏജ് ലിമിറ്റ് എന്നറിയപ്പെടുന്ന 18-നും 36 വയസ്സിനും ഇടയ്ക്കാണ്. 18 മുതൽ 36 വരെ. പിന്നെ ക്വാളിഫിക്കേഷൻ SSLC ആണ്, SSLC പാസ്. ഈ പരീക്ഷയുടെ ലാസ്റ്റ് ഡേറ്റ്, ആപ്ലിക്കേഷൻ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്നറിയപ്പെടുന്നത് 29/1/2025 ആണ്. ഈ തസ്തികയ്ക്ക് അപ്ലൈ ചെയ്യാനുള്ള അവസാന ദിവസം 29/1/2025 ആണ്. 10ാം ക്ലാസ് നിലവാരത്തിൽ PSC നടത്തുന്ന പരീക്ഷകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷകളിൽ ഒന്നാണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന പരീക്ഷ. അടുത്ത വിജ്ഞാപനം ഏതെന്ന് നമുക്ക് നോക്കാം. സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ആണ്. അതായത് കാറ്റഗറി നമ്പർ 510/2024, 512/2024 ആണ്. ഡിപ്പാർട്ട്മെന്റ് പോലീസ്, കേരള സിവിൽ പോലീസില് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ആണ്. ഇതിന്റെ സ്കെയിൽ ഓഫ് പേ എന്നറിയപ്പെടുന്ന 45,600 മുതൽ 95,600 വരെ. ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ്. ഇതും നേരിട്ടുള്ള നിയമനമാണ്. നേരിട്ടുള്ള നിയമനം. ഇത് 3 കാറ്റഗറിയിലായിട്ടാണ് ഇത് നോട്ടിഫിക്കേഷൻസ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ 510/2024 ആണ് ഓപ്പണിലായിട്ട് വായിക്കാൻ പറ്റുന്നത്. 510/2024. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ 511/2024. അതായത് മിനിസ്റ്റീരിയൽ സ്റ്റാഫിനാണ്. വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ്, ഫിംഗർ പ്രിന്റ്, അതിനകത്തൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അയക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. 511/2024. മൂന്നാമത്തെ കാറ്റഗറി 512/2024. ഇത് ഗ്രാജുവേറ്റ് ആയിട്ടുള്ള പോലീസ് കോൺസ്റ്റബിള്, ഹെഡ് കോൺസ്റ്റബിൾസ് ഇവർക്കൊക്കെ അയക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് ഇതിനകത്ത് 510/2024 ആണ് ഓപ്പൺ കാറ്റഗറി, അതായത് കാറ്റഗറി നമ്പർ 1. അതിന്റെ ഏജ് ലിമിറ്റ് എന്നറിയപ്പെടുന്ന ഓപ്പൺ മാർക്കറ്റ് കാറ്റഗറി നമ്പർ 510-ാണെങ്കിൽ 20-നും 31 വയസ്സിന് ഇടയിലുള്ള ആൾക്കാർ, 20 മുതൽ 31 വയസ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. കാറ്റഗറി നമ്പർ 2 മിനിസ്റ്റീരിയൽ സ്റ്റാഫിനാണെങ്കിൽ 36 വയസ്സ് വരെയാണ്. അതുപോലെ കാറ്റഗറി നമ്പർ 3 ആണെങ്കിൽ 36 വയസ്സ് വരെ. ഇതിന്റെ ക്വാളിഫിക്കേഷൻസ് ഗ്രാജുവേറ്റ് ആണ്, ബിരുദമാണ്. ഈ തസ്തികയ്ക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് 29/1/2025 ആണ്. 29/1/2025. അപ്പോൾ SI പരീക്ഷയുടെ ശാരീരിക യോഗ്യതകളെ കുറിച്ചും ഈ വിജ്ഞാപനത്തിൽ പറയുന്നുണ്ട്. ഉയരമാണെങ്കിൽ 165.10 സെന്റിമീറ്റർ. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് 160.02 സെന്റിമീറ്ററും. നെഞ്ചളവ് 81.28 സെന്റിമീറ്റർ. എക്സ്പാൻഷൻ ആണെങ്കിൽ 5.08 സെന്റിമീറ്ററുമാണ്. ഇനി വനിതാ ഉദ്യോഗാർത്ഥികൾക്ക് ഇതിനകത്ത് ചെറിയൊരു റിലാക്സേഷൻ ഉണ്ട്. വനിതകൾക്ക് ഉയരം എന്ന് പറയുന്നത് 160 സെന്റിമീറ്ററും. എന്നാൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് അത് 155 സെന്റിമീറ്ററുമാണ്. കൂടാതെ വിഷനെ കുറിച്ച് പറയുന്നുണ്ട്. വിഷൻ ആണെങ്കിൽ 6x6 ആണ്, റൈറ്റും ലെഫ്റ്റും. മൂന്നാമത്തെ നോട്ടിഫിക്കേഷൻ ആണ് ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ. ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ കാറ്റഗറി നമ്പർ 508/2024, 509/2024 ആണ്. അത് നമുക്ക് നോക്കാം. ഡിപ്പാർട്ട്മെന്റ് പോലീസ്, ആംഡ് പോലീസ് ബറ്റാലിയൻ. നെയിം ഓഫ് പോസ്റ്റ് ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ. ഇതിന്റെ സ്കെയിൽ ഓഫ് പേ എന്നറിയപ്പെടുന്നത് 45,600 മുതൽ 95,600 വരെ. നമ്പർ ഓഫ് വേക്കൻസി ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ്. ഇതും ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ്. കാറ്റഗറി നമ്പർ 508/2024 ആണ് ഓപ്പൺ മാർക്കറ്റിൽ. അപ്പൊ അതാണ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഇതിന്റെ ഏജ് ലിമിറ്റ് 20 മുതൽ 31 ആണ്. 20 മുതൽ 31, 20 വയസ്സിനും 31 വയസ്സിനും ഇടയിലുള്ള ആൾക്കാർക്കാണ്. ക്വാളിഫിക്കേഷൻസ് ബിരുദം. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ ഈ 3 വിജ്ഞാപനത്തിലേക്കും ആപ്ലിക്കേഷൻസ് അയക്കുക. 2025 നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട വർഷമായി മാറട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു.